ഹലോ. അപ്പം ഞങ്ങൾ പഞ്ച് ഇ വി എടുത്തായിരുന്നു. 3 മാസമായി പഞ്ച് ഇ വി ഫേസ് ലിഫ്റ്റ് 2026. അതിൻ്റെ റിവ്യൂസും എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, എങ്ങനെയാണ് ഞങ്ങൾ മേടിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു ടാറ്റയുടെ സർവീസ്, അതെല്ലാം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇനി ഞങ്ങൾ ബൈങ് എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. പഞ്ച് ഇ വി സ്മാർട്ട് പ്ലസ് 40 ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ലോഞ്ചിങ് ആയ ടൈമിൽ തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ലെക്സോൺ മോട്ടോഴ്സിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. And it's the second variant of Punch EV 40, and it costs around 11.69 lakhs എല്ലാം കൂടെ വരുമ്പോൾ. ആൻഡ് ഞാൻ ഇൻഷുറൻസ് എടുത്തത് അക്കോയിൽ നിന്നാണ്. അക്കോ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് പ്രൈസിങ്, 35 ഉള്ളൂ. ബാക്കിയെല്ലാം ഇവർ പറയുന്നതെല്ലാം 50K ആയിരുന്നു. അതുകൊണ്ടാണ് അക്കോ എടുത്തത്. ഞങ്ങളിങ്ങനെ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലൈക്ക് ഐറ ആപ്പിൽ കൂടെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പം ലൈക്ക് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ചേസസ് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് മെയിൽ ത്രൂ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഐറ ആപ്പിൽ പോയി ലോഗിൻ ചെയ്യുമ്പം വണ്ടിയുടെ കറണ്ട് ലൊക്കേഷൻ അറിയുന്നുണ്ടായിരുന്നു. ലൈക്ക് പൂനെയിൽ നിന്ന് കോട്ടയം ട്രാവലിംഗ് അറിയുന്നുണ്ടായിരുന്നു. കോട്ടയത്ത് വന്നു എന്നറിഞ്ഞു. ലൈക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വണ്ടി പോയി ഡയറക്റ്റായിട്ട് പോയി കണ്ടു. വണ്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഡയറക്റ്റായി പോയി കണ്ടു. സോ വൈറ്റ് കാറായിരുന്നു ഞങ്ങളുടേത്. വൈറ്റ് കാറ് പോയി കണ്ടു. എന്നിട്ട് PD ചെയ്യാൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. എന്തായാലും ലൈക്ക് കംപ്ലൈൻസ് വരുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നും ഞങ്ങൾ ചെയ്യേണ്ടേ, ഒരു ഉറപ്പ് വരുത്തണ്ടേ എന്നുള്ള രീതിയിലാണ് PD ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ ചെയ്തത്. അങ്ങനെ കാശ് 24 ഒരാൾ വന്ന് ലൈക്ക് ഞങ്ങൾ ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്തു, പേയ്മെന്റും ചെയ്തു. കാശ് 24 നിന്ന് വന്ന് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നു. അപ്പം PDA ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചെക്ക് ചെയ്യും. ബിഫോർ ഡെലിവറി, ബിഫോർ രജിസ്ട്രേഷൻ നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. എക്സ്പെർട്ട് ഒരു ഒപ്പീനിയൻ കിട്ടുന്നു, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് PDA. സോ എന്തുകൊണ്ടാണ് EV ചൂസ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു മന്ത്ലി എക്സ്പെൻസിൽ തന്നെ ഞങ്ങൾക്ക് പെട്രോളിന്റെ റേറ്റ് 10,000 to 20,000 വരുന്നുണ്ടായിരുന്നു. സോ അതൊന്ന് മാറ്റി ചിന്തിക്കാം, ലൈക്ക് അതിലൊരു എക്സ്പെൻസ് കുറയ്ക്കാം എന്ന് വിചാരിച്ചാണ് ലൈക്ക് EV എടുത്തത് തന്നെ. സോ വീട്ടിൽ സോളാർ ഉണ്ട്, അപ്പം കറണ്ട് ലാഭിക്കല. ലൈക്ക് EV എടുത്താലും നമുക്ക് വേറെ എക്സ്ട്രാ എക്സ്പെൻസ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് EV എടുക്കാം എന്നൊരു പ്ലാനിലേക്ക് ചെന്നത്. അത് കഴിഞ്ഞപ്പം ലൈക്ക് ആ ടൈമിലാണ് നമ്മുടെ പഞ്ചിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നത്, ലൈക്ക് ഫെബ്രുവരി ടൈമിൽ. സോ ആ ടൈമിൽ കറക്റ്റായിട്ട് സൂട്ടബിൾ ആയിട്ട് പഞ്ച് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ EV എടുക്കാൻ പ്ലാൻ ചെയ്തും ഒരേ ടൈമിലായിരുന്നു. അങ്ങനെ ലൈക്ക് ആ ടൈമിലുള്ള EVയിൽ ഐ തിങ്ക് സോ ലൈക്ക് പഞ്ചാണ് ബെറ്റർ ആയിട്ട് നിന്നത്. ലൈക്ക് വാറണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് ആയിട്ട് നിന്നത് പഞ്ചാണ്. സോ അങ്ങനെയാണ് ലൈക്ക് പഞ്ചിലേക്ക് ഞങ്ങൾ എത്തുന്നത്. സോൺ എടുക്കാത്തത് ഇറ്റ്സ് മോർ ദാൻ 15. നല്ല അതിൻ്റെ ബേസ് വേർഷൻ 15 ആവും. 45 kW, ഇത് 40 kW ഉണ്ട്. ബാറ്ററി പാക്കാണ്. അപ്പം അത് സെയിം, ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം ലൈക്ക് നെക്സോൺ. അതുകൊണ്ടാണ് പിന്നെ പഞ്ച് എടുത്തത്. പിന്നെ വിൻസർ ഇറ്റ്സ് മോർ ദാൻ 20 ആവും. നല്ല എല്ലാ ഫീച്ചേഴ്സും ഉള്ളത് എടുക്കുമ്പോൾ. അപ്പം ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് പഞ്ച്. സോ പഞ്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ആദ്യം പഞ്ച് എടുത്തതിന്റെ കാരണങ്ങൾ എന്തായാലും നമ്മളിപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലൈക്ക് ഡിസഡ്വാൻറ്റേജും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ഫീച്ചേഴ്സ് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അവർ 450 km പ്ലസ് പറയുന്നുണ്ട് ഫുൾ ചാർജിൽ, 100% ചാർജിൽ. ഞങ്ങൾക്ക് ലൈക്ക് 350 to 370 കിട്ടുമെന്ന് തോന്നുന്നു. ലൈക്ക് 350 വരെ ഞങ്ങൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. ലൈക്ക് 15% താഴോട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. സോ അതുവരെ ഓടിയതിൽ 350 ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ മേ ബി ആ 15% കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 400 കൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. പിന്നെന്താണ്, സോ അതെങ്ങനെയാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവിടുന്ന് ഫുൾ ചാർജ്, വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് ട്രിവാൻഡ്രം വരെ പോയി, ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരിച്ച് വന്നു, 20% ബാക്കി ഉള്ളൂ. സോ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ 165 kilometers ഉണ്ട്. ആൻഡ് ഫ്രം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ടോട്ടൽ 330 kilometers ആവും. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് 100 to 20% വരെ 320 ഓടുന്നുണ്ട്. ലൈക്ക് അത് കഴിഞ്ഞിട്ട് ബാലൻസ് 20% കൂടെ നോക്കുവാണെങ്കിൽ പോലും ഒരു 50 to 60 ഓടാൻ ചാൻസ് ഉണ്ട്. അപ്പം മേ ബി ലൈക്ക് അവർ പറയുന്ന അത്രയും ഓടുന്നില്ലെങ്കിലും ലൈക്ക് ഞങ്ങൾക്ക് ഈ റേഞ്ച് ഓക്കെയാണ്, ഞങ്ങൾക്ക് ഇത്രയും മതി. ലൈക്ക് പിന്നെ അല്ലെങ്കിലും ഇതിനേക്കാളും കൂടുതൽ ഒരാളെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല, ഒറ്റ സ്ട്രെച്ചിൽ അത്രയും ഓടില്ല. അപ്പം മാക്സിമം ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു റേഞ്ചാണ് പഞ്ച് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഗുഡ്. പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സും എല്ലാം സിമ്പിളാണ്.
വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇറ്റ്സ് എ ഡയൽ സിസ്റ്റം, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഇത്രയും മോഡ്സ് ഉണ്ട്. പിന്നെ സ്പോർട്സ് മോഡുണ്ട്, ഈക്കോ മോഡുണ്ട്, സിറ്റി മോഡ് ഉണ്ട്. അപ്പൊ 3 മോഡ്സ് ആണ് കൊടുക്കുന്നത്. നോർമലി ടിയാഗോ EV പോലെ തന്നെയാണ്, ലൈക്ക് പഞ്ച് EV സെയിം ഫീച്ചേഴ്സ് ഒക്കെ, അല്ല ഡ്രൈവിംഗ് മോഡൊക്കെ സെയിം ആണ്. ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി ഓഡിയോ ക്വാളിറ്റി ആണ്. ലൈക്ക് ജസ്റ്റ് അതിന്റെ സൗണ്ട് റെക്കോർഡിങ്സ് ഒന്നും ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടെ ഇടുന്നതാണ്. അപ്പം ആദ്യമായിട്ട് ലൈക്ക് പഞ്ച് വീട്ടിലേക്ക് വന്നപ്പം എന്താ നോർമൽ ചാർജിങ് സിസ്റ്റം പോലെ ഞങ്ങൾ പവർ പ്ലഗിൽ കുത്തിയിടുമായിരുന്നു. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് തന്നെ അവർ ചാർജിങ് യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ വരുന്നു, ലൈക്ക് ചാർജിങ് യൂണിറ്റ് ഫിക്സ് ചെയ്ത് തരുമായിരുന്നു. സോ 16 ആംപിയർ ആണ് ചാർജിങ് സോക്കറ്റ്. ആൻഡ് ഇറ്റ് ടേക്സ് അറൌണ്ട് 10 to 12-13 hours ആവും, ലൈക്ക് 100% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഞങ്ങൾ വെളിയിലും ലൈക്ക് എവിടെയെങ്കിലും ട്രാവൽ പോകുമ്പോഴാണെങ്കിൽ കൂടെയും ഞങ്ങൾ വെളിയിലും ചാർജ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ലൈക്ക് 20 to 80% ആവാൻ ഒരു 15 minutes മതി. 20% to 80 ആകാൻ ഒരു 15 minutes. പിന്നെ 80 to 100 ആകാനായിരുന്നു ഞങ്ങൾക്ക് ലേറ്റ്, ഒരു 20 minutes പിന്നെ എടുക്കും. അപ്പൊ അതിനൊരു ഡിലേ ഉണ്ടായിരുന്നു. സോ ട്രാവൽ ചെയ്യുമ്പോൾ 20 to 80 ആ ബ്രാക്കറ്റിലെ ചാർജ് ചെയ്യാവുള്ളൂ, വെളി DC ചാർജിങ്. അല്ലെങ്കിൽ ഇറ്റ് ടേക്സ് അറൌണ്ട് 30-40 minutes. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് മാരുതിയുടെ വണ്ടിയായിരുന്നു. സോ മാരുതിയുടെ വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആണ് ബോഡി പാർട്സ് ഒക്കെ. പിന്നെ ടാറ്റയുടെ അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാ വണ്ടികളും സ്ട്രോങ് ആണല്ലോ. ഡോർസ് സ്ട്രോങ് ആണ്. ലൈക്ക് എല്ലാ വണ്ടിയേക്കാളും 6 എയർ ബാഗ്സ് ഉണ്ട് നമ്മുടെ പഞ്ചീവില്. ഫ്രണ്ടില് 2, ലൈക്ക് 6 ഉണ്ട് അല്ലെ, 6 എയർ ബാഗ്സ് ഉണ്ട്. സോ അതൊക്കെ ലൈക്ക് പഞ്ചിന്റെ ടാറ്റയുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ സ്മാർട്ട് പ്ലസ് 40ക്ക് കിട്ടിയത് ഓട്ടോ ഹോൾഡ് ഫീച്ചറാണ്. അതായത് ഇപ്പം ലൈക്ക് സ്റ്റാർട്ടേഴ്സിന് ഇത് ഹെൽപ്ഫുൾ ആണ്. ഓട്ടോ ഹോൾഡിങ് ആകുമ്പോൾ നമ്മളിപ്പം കയറ്റം കയറുവാണ്, പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്താനോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എടുക്കണമെങ്കിലോ ഈ ഓട്ടോ ഹോൾഡിങ് അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തും, എന്നിട്ട് വണ്ടി എടുക്കുള്ളൂ. അപ്പം ഡ്രൈവർക്ക് എളുപ്പമായിരിക്കും, ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സോ ഇപ്പം ഞങ്ങൾ 3 months ആയിട്ട് ലൈക്ക് 7,200+ കിലോമീറ്റേഴ്സ് ആണ് ഇപ്പം കാർ ഓടിയിട്ടുള്ളത്. ഞങ്ങളിവിടെ ഡെയിലി ലൈക്ക് ട്രാവലിംഗ് ഉള്ള ഒരു ഫാമിലിയാണ്, ബൈക്കൊന്നുമില്ല. സോ കംപ്ലീറ്റ്ലി കാറിനെ ആശ്രയിക്കുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 30+ കിലോമീറ്റേഴ്സ് ഓടുന്നുണ്ട്. സോ അങ്ങനെയാണ് ലൈക്ക് 7,000 കിലോമീറ്റേഴ്സ് 3 monthsലായത്. സോ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു 1,500 കിലോമീറ്റർ എന്നുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. സിമ്പിൾ ആണ് കാണിച്ചത്, ഒരു യെല്ലോ സിമ്പിൾ ആണ് കാണിച്ചത്, സർവീസ് ഇൻഡിക്കേറ്റർ പോലെ ഒരു സിമ്പിൾ ആണ്. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു സർവീസ് ചെയ്യാത്തോണ്ടാണ്. 1,500 ആയിരുന്നു ഫസ്റ്റ് ഫ്രീ സർവീസ് ആയിരുന്നു. അപ്പം കറക്റ്റ് ആയിട്ട് 1,500 തന്നെ ആ സർവീസ് സിമ്പിൾ കാണിച്ചപ്പം ഞങ്ങള് വിചാരിച്ചു മേ ബി സർവീസ് ഇതായിരിക്കും, സർവീസ് ഇൻഡിക്കേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കില്ല. ഞങ്ങള് വണ്ടി സർവീസിന് കാണിച്ചു, 1,500 കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്തു, ഫ്രീ സർവീസ് ഫസ്റ്റ് സർവീസ് ചെയ്തു. അത് കറക്റ്റ് ആയിട്ട് അതിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ക്ലീൻ വാഷും വേറെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും ഒക്കെ ചെയ്ത് നമുക്ക് ഫസ്റ്റ് സർവീസ് ക്ലീൻ ആയിട്ട് കിട്ടി. എന്നിട്ടും ലൈക്ക് ആ സിമ്പിൾ മാറാതെ വന്നപ്പം ഞങ്ങൾ വിചാരിച്ചു മേ ബി അവർ അപ്ഡേറ്റ് ചെയ്തില്ലായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. ബട്ട് അത് പിന്നീട് ഒരു പ്രശ്നമാവുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും കാണാൻ തുടങ്ങി, റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ തുടങ്ങി, ഫ്രീക്വൻസി കൂടി വന്നു, ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങി. അപ്പം ഞാൻ ഇതിന്റെ മാനുവൽ വായിച്ച് നോക്കി. അപ്പം അതിനകത്ത് പറയുന്നത് ഏതെങ്കിലും സിസ്റ്റം ഫോൾട്ടി ആണെങ്കിൽ ആണ് ഈ സിമ്പിൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തു, റെഡിറ്റിൽ സെർച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉള്ളവരുടെ പറഞ്ഞപ്പോഴാണ് അവർക്ക് കൂളൻ പമ്പ് പോയി എന്നുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ കാണിച്ചത്. അപ്പം
ഞങ്ങൾ ടെൻഷനായി, ഇനി കൂളിംഗ് പമ്പ് പോയിട്ടാണോ എന്ന് വിചാരിച്ച് ഞങ്ങളും ലെക്സോൺ മോട്ടോഴ്സിൽ പോയി ഇങ്ങനെ ഇൻഡിക്കേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ട്രാവലിലായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി സൈഡ് പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പൊ പിന്നെ കാഞ്ഞിരപ്പള്ളി പെട്ടെന്ന് ലെക്സോൺ മോട്ടോഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ കയറി കാണിച്ചു. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ പമ്പ് പോയതാണ്, കൂളിംഗ് പമ്പിന്റെ ഇഷ്യൂ ആണ്, അപ്പൊ അത് മാറ്റി റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, കോട്ടയം ഏറ്റുമാനൂരുള്ള ലെക്സോൺ മോട്ടോഴ്സിൽ തന്നെ ബുക്ക് ചെയ്ത് അവിടെ തന്നെ വണ്ടി കൊണ്ട് കാണിച്ചു. അവര് ഒരു 5 ഡേയ്സോളം വണ്ടി കൊണ്ട് അവിടെ ഇട്ടേക്കായിരുന്നു. എന്നിട്ട് റിപ്ലൈ ഒന്നുമില്ല അവരുടെ സൈഡിൽ നിന്ന്. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുകയാണ് എന്തായി. അപ്പൊ അവര് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്, ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവര് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 ഡേയ്സ്, ഒരു മൺഡേ എന്തോ കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ സാറ്റർഡേ എന്തോആണ് ഞങ്ങൾ വണ്ടി മേടിക്കുന്നത്. അപ്പം അവരുടെ സൈഡിൽ നിന്ന് ഒന്നും ചെയ്യാനില്ലാന്ന് തോന്നുന്നു. മേ ബി ലൈക്ക് അവര് ലൈക്ക് ഒരുപാട് വണ്ടികൾക്ക് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. സോ അപ്പൊ അവർക്ക് തന്നെ ലൈക്ക് ഒരു ടൈം വേണ്ടേ, എന്തുകൊണ്ടാണ് ഇൻഡിക്കേഷൻ വരുന്നത് എന്നുള്ള ഒരു റിസർച്ചിന് അവർക്കൊരു ടൈം വേണ്ടേ. അതുകൊണ്ടായിരിക്കാം, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. സോ പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ച് വണ്ടി എടുക്കുക. ആൻഡ് അത് എന്തായാലും ബ്രേക്ക് ഡൗൺ അങ്ങനെയൊന്നും കേസസ് ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് എ വാർണിംഗ്. പിന്നെ കൂളിംഗ് പമ്പിന്റെ അപ്ഡേറ്റ് ചെയ്ത് നോക്കി, പുതിയ അപ്ഡേറ്റ് വന്നായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ആ 5 ദിവസത്തിനുള്ളിൽ അവർ ഒത്തിരി അപ്ഡേറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടും ആ ഇഷ്യൂ റിസോൾവ് ആയില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമതും വണ്ടി ഒരു പ്രാവശ്യം കൊണ്ടുപോയി കാണിച്ചു. അവര് പറഞ്ഞു അപ്ഡേറ്റ് അവർക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല, ലൈക്ക് അപ്ഡേറ്റ് വരുന്ന വരെ വെയിറ്റ്. സിമ്പിൾ കാണിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവര് ക്ലിയർ ചെയ്തോളാം, ഞങ്ങൾക്ക് വാറന്റി ഉണ്ട്, സോ നിങ്ങൾ പേടിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം പിന്നീട് ഫുൾ കംപ്ലീറ്റ്ലി പിന്നീട് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു ഇൻഡിക്കേഷൻസ്. ഒരു പേടി ആയതുകൊണ്ട് പിന്നെ ഞങ്ങള് കസ്റ്റമർ കെയറിൽ മെയിൽ അയച്ചു. അപ്പം അവിടുന്ന് റെസ്പോൺസ് കിട്ടി, അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ലെക്സോൺ മോട്ടോഴ്സ് അവര് ചെയ്തോളും എന്ന് പറഞ്ഞ് ലെക്സോൺ മോട്ടോഴ്സിൽ കൊണ്ടുപോയി ഒന്നുകൂടെ കൊടുത്തു. അപ്പൊ അവര് 2 ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്ത് VCU അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഇതുവരെ ഞങ്ങൾക്ക് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടില്ല. സോ അത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ബട്ട് എന്നാലും ഞങ്ങള് ഇടയ്ക്ക് ആ 5 ഡേയ്സ് കൊണ്ട് കാണിച്ചപ്പം എന്തോ ബ്രേക്കിന്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ബ്രേക്കിന്റെ എന്തോ എന്താ റീകോൾ ചെയ്തു, ലൈക്ക് എല്ലാവരുടെയും മാറ്റി റീപ്ലേസ് ചെയ്ത് കൊടുക്കുമായിരുന്നു ടാറ്റയുടെ സൈഡിൽ നിന്ന്. സോ അത് ഞങ്ങൾക്കും ആ 5 ഡേയ്സ് സർവീസ് കൊടുത്തപ്പം അത് ക്ലിയർ ചെയ്ത് അതും മാറ്റി തന്നു. ഇപ്പം ഇൻഡിക്കേഷൻ എന്തായാലും കാണിക്കുന്നില്ല. സോ ഇനി ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സർവീസ് 2 ഡേയ്സ് ആ ഇൻഡിക്കേഷൻ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ലൈക്ക് 1000+ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ആ ഇൻഡിക്കേഷൻ കാണിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഡോർ അലൈൻമെന്റ് ഇഷ്യൂസ് ചെറുതായിട്ടുണ്ട്. ഡോർ അടയ്ക്കുമ്പോഴും ഫ്രണ്ടിലെ ഡോർ മാത്രം, ഡോർ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോൾ ഒരു സാധനം പാർട്ടിക്കിൾസ് അടയുന്നുണ്ട്. അത് കറക്റ്റ് അലൈൻമെന്റ് കറക്റ്റ് അല്ലെന്ന് തോന്നുന്നു, അത് ഒരു ഇഷ്യൂ ആണ്. പിന്നെ പാർട്സിന്റെ ഡെലിവറി ലേറ്റ് ആണ്. പുതിയ വണ്ടി ആയതുകൊണ്ട് പാർട്സ് ഒക്കെ ഡിലേ ആണ്. അത് ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് സം ഇംപ്രൂവ്മെന്റ്സ് ഫോർ ടാറ്റ. ബൂട്ടിനും ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ചപ്പോൾ തൊട്ട് ബൂട്ട് അടയ്ക്കാൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ലൈക്ക് സ്ട്രോങ് ആയിട്ട് അടച്ചാലേ അടയുള്ളൂ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പീഡ് ചെയ്ത സമയത്തെ അത് പറഞ്ഞായിരുന്നു ബൂട്ടിന് പ്രശ്നമുണ്ട്. അപ്പൊ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, ലൈക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ അതിന്റെ ഒരു പ്രശ്നമുണ്ട്, അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൂട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് അടച്ചാലേ ക്ലോസ് ആവുള്ളൂ. സോ ഓവറോൾ കാറ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലൈക്ക് നോർമലി ഒരു മന്തില് 1500 to 2000 റേഞ്ചില് കിലോമീറ്റേഴ്സ് ഓടുന്ന ഒരാൾക്കാണെങ്കിൽ പഞ്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ എന്താന്ന് വെച്ചാൽ എന്താണ് ചെലവിന്റെ കാര്യം, ലൈക്ക് പ്രൈസിന്റെ കാര്യത്തിലും EV ചാർജിങ്ങില് നമുക്ക് വലിയ എമൗണ്ട് വരുന്നില്ല. പെട്രോൾ വെച്ച് നോക്കുമ്പോൾ EV ചാർജിങ്ങിൽ നമുക്ക് വലിയ എമൗണ്ട് വരത്തില്ല അല്ലെ, ലൈക്ക് ചെറിയ എമൗണ്ട്സ് ഉണ്ടാവുള്ളൂ. അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പഞ്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇൻഡിക്കേഷൻ സിമ്പിൾ വരുമെങ്കിലും അവർ അതിൽ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ യൂസ് കേസസ് എല്ലാം ഇപ്പം മീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ആൻ ഫാമിലി കാർ, കംഫർട്ടബിൾ ആണ്. ലൈക്ക് ഞങ്ങൾ ഈ പഞ്ച് തന്നെ ഞങ്ങൾ മൈസൂർ വരെ പോയിട്ട് വന്നു, ലൈക്ക് കോയമ്പത്തൂർ വരെ പോയി.
സോ അപ്പോഴൊക്കെ കംഫർട്ടബിലിറ്റിയും സെക്യൂരിറ്റി ഫീച്ചേഴ്സും എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് റീജൻ ഒക്കെ കിട്ടുന്നുണ്ട്. റീജനറേഷനിലാണെങ്കിൽ പോലും അത്യാവശ്യം റീജൻ ഒക്കെ കിട്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ ഒരു ബെസ്റ്റ് വണ്ടി തന്നെയാണ്. വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും പഞ്ച് EV കാണാനില്ല അല്ലെ. അപ്പം ഇത്രയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് പഞ്ച് EVയെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ആൻഡ് പ്രോസ് ആൻഡ് കോൺസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങളുടെ സജഷൻസും എല്ലാം കമന്റ് ബോക്സിൽ ഇടണം. ഞങ്ങൾ ഇനിയും വീഡിയോ എടുത്തിരിക്കാം. ഓക്കെ, ബൈ.